ട്രൈ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജന്തർ മന്ദിറിലെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ എത്തിയത്. DCPയുമായി കൂടിക്കാഴ്ച നടത്തി. പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച പോലീസിനെതിരെ പരാതി കൊടുക്കാനായിരുന്നു നീക്കം. എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നതോടെ സ്റ്റേഷനു മുന്നിൽ രാഹുൽ പ്രതിഷേധം ആരംഭിച്ചു. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. കർണാടകയിലെ ചിത്രദുർഗയിലുണ്ടായ ബസ് അപകടത്തിൽ 2 പേർ മരിച്ചു, 26 പേർക്ക് പരിക്ക്. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 72ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓളപ്പരപ്പിനിറങ്ങാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. കൂടത്തായി കൊലപാതക കേസിലെ മുഖ്യപ്രതിയായ ജോളി നൽകിയ ഹർജിയിൽ അണലി എന്ന വെബ് സീരീസിന് കോടതിയുടെ താൽക്കാലിക വിലക്ക്. വെബ് സീരീസിലെ പ്രധാന കഥാപാത്രത്തിന് താനുമായി ഏറെ സാമ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോളി കോടതിയെ സമീപിച്ചത്. ദേവസ്വം ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി. വിതുരയിൽ KSRTC ഡ്രൈവർക്ക് നേരെ യുവാക്കളുടെ ആക്രമണം. ബിയർ കുപ്പി കൊണ്ട് ഡ്രൈവറുടെ തലയ്ക്കടിക്കുകയായിരുന്നു. വിതുര KSRTC ഡിപ്പോയിലെ ഡ്രൈവറും ആനപ്പാറ സ്വദേശിയുമായ നന്ദകുമാറിനാണ് പരിക്കേറ്റത്. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെ അറസ്റ്റിലായത് 10,015 പേർ. മണിക്കൂറിൽ 6 ഓപ്പറേഷൻ തൂഫാൻ അറസ്റ്റുകളാണ് കേരളത്തിൽ നടക്കുന്നത്. ലഹരിയുടെ ലഭ്യത സംസ്ഥാനത്ത് കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബാങ്ക് ശാഖകൾ വഴി പണം പിൻവലിക്കുന്നതിനുള്ള ചാർജുകളിൽ മാറ്റം വരുത്തി SBI. ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഉടമകൾ പണം പിൻവലിക്കുമ്പോഴാണ് ചാർജ് നൽകേണ്ടി വരിക. 4 ഇടപാട് വരെ ബാങ്ക് ബ്രാഞ്ചിൽ സൗജന്യമായിരിക്കും. ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ KR അജയൻ രാജിവെച്ചു. കള്ളൻ വിജയൻ ലേഖനം വിവാദമായതിന് പിന്നാലെയാണ് നടപടി. ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.